ഹലോ ഗൈസ്, അങ്ങനെ ബിഗ് ബോസ് സീസൺ 7ൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഗ്രൂപ്പുകൾ വീണ്ടും ഫോമായി തുടങ്ങി. പല ഗ്രൂപ്പുകളും ഒരുമിച്ച് കൂടി. അതിൽ പ്രധാനപ്പെട്ടത് ആദില, നൂറ, ആര്യൻ, അക്ബർ ആൻഡ് നെവിൻ. ഇവർ 5 പേരും കൂടി തമ്മിലുള്ള ഒരു ഗ്രൂപ്പാണ്. ഇതാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ടോപ്പ് കളിക്കാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തോന്നുന്നു ഡയറക്റ്റായിട്ട് ഇവരിപ്പോൾ ടാർഗറ്റ് ചെയ്ത് തുടങ്ങുന്നത് അനുമോളെ തന്നെയാണ്. അനീഷേട്ടനെ ഒരു ഓൾറെഡി ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവർ വിചാരിക്കുന്നത് അനീഷേട്ടനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അനീഷേട്ടൻ ഏറ്റവും താഴെയാണ് എന്നുള്ളതാണ്. ടോപ്പായിട്ടുള്ളത് അനുമോളാണ്. ഇപ്പോൾ അനുമോളുടെ സ്ഥലത്തേക്ക് കയറാൻ വേണ്ടിയാണ് നൂറയുടെയും ആദിലയുടെയും പുറപ്പാട്. അവരിന്ന് ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്, രാവിലത്തെ ഇഷ്യൂ എല്ലാം കഴിഞ്ഞ ശേഷം പറയുന്നുണ്ട്, അനുമോള് കുലസ്ത്രീ കളിക്കുകയാണ്, അനുമോൾക്ക് കുലസ്ത്രീ പരിവേഷം കിട്ടാൻ വേണ്ടി അനുമോൾ കുലസ്ത്രീ കളിക്കുകയാണെന്നുള്ള ആദിലയുടെ ഭാഗത്തു നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നൂറയോട് പറയുന്നു. അവൾ ഭയങ്കര കുലസ്ത്രീ കളിക്കുകയാണ്, അവൾ വിചാരിക്കുന്ന അവൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റും, അവളെ അതിൻ്റെ വലിയ സംഭവമാണെന്നാണ് വിചാരം, അവൾ ആവശ്യമില്ലാതെ. അപ്പം നൂറ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാതെ വഴക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്, അവൾക്ക് മാത്രമേ ഇവിടെ അറിയത്തുള്ളൂ എന്നാണ്. അവളെന്തോ പാചകത്തിന് വന്നതാണോ എന്ന് അവളെ വീട്ടുകാർ വരെ ചോദിച്ചു. അവരെ വീട്ടുകാർ ചോദിച്ചത് അവരുടെ വിവരക്കേട്, അത്രേ എനിക്ക് പറയാൻ പറ്റൂ. ഒരു പാചകത്തിന് വന്നതെന്നല്ല, ഒരു ഡ്യൂട്ടിയാണത്. ഒരു കിച്ചണിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകാൻ കൊടുക്കുന്ന ഡ്യൂട്ടി പോലെ തന്നെ കിച്ചണിലെ ഡ്യൂട്ടിയാണ്. അത് മാന്യമായിട്ട് ചെയ്യുക എന്നുള്ളത് ആ ഡ്യൂട്ടി കിട്ടുന്ന ആളുടെ പ്രധാനപ്പെട്ട കടമയാണ്. അത് പ്രേക്ഷകർ ഇവിടെ നിന്ന് കാണുന്നതാണ്. അല്ലാണ്ട് കിച്ചണിൽ ഞാൻ അടുക്കള ജോലിക്ക് വന്നതാണെന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കിയത് അവരുടെ വീട്ടുകാരാണ്. എനിക്ക് ആ വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റൂ. അതുപോലെ വന്ന ഈ അനുമോളുടെ അമ്മയും സഹോദരിയും ഒരു ചേച്ചി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടായിട്ടുള്ളൊരു ചേച്ചി വന്ന് അവരെന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ നിവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോയത്. അവർ നിവിനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിവിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു പോയി. അതുപോലെ തന്നെ ഈ ആദില നൂറയായിട്ടുള്ള കൂട്ടുകെട്ട് നല്ലതാണെന്ന് പറഞ്ഞു പോയി. യഥാർത്ഥത്തിൽ ഈ കൂട്ടുകെട്ട് നല്ലതായിരുന്നു. അതുകൊണ്ടല്ല ഈ ഒരു ഒറ്റ കൂട്ടുകെട്ടുണ്ടല്ലോ അനുമോൾ താഴോട്ട് പോയത്. ഈ ഒറ്റ കൂട്ടുകെട്ട് കൊണ്ടാണ് അനുമോൾ താഴേക്ക് പോയത്. അതുപോലെ തന്നെ ഈ നിവിനെ ബൂസ്റ്റ് ചെയ്യാനാണോ ഈ പിന്നെ അനുമോളുടെ ഫാമിലി വന്നത്? അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക. ഞാനൊക്കെ ഇവിടെ ഇരുന്ന്, കാരണം ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അനുമോളെ ഇഷ്ടമുള്ള, ആസ് എ ഗെയിമർ അനുമോളെ എനിക്ക് ഇഷ്ടമാണ്. ഗെയിമർ എന്നുള്ള രീതിയിൽ അല്ലാതെ തന്നെ അനുമോളെ ഇഷ്ടമാണ്. ഗെയിമർ എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് ഒരു ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ ഞാൻ അനീഷേട്ടനെയും അനുമോളെയും ഷാനൂക്കെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. പിന്നെ ആദിലയും നൂറയും ആ ഒരു സ്റ്റോറി കഴിഞ്ഞതിന് ശേഷം അവരെയും ഞാൻ സപ്പോർട്ട് ചെയ്തു. പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർ അവർ കാണിക്കുന്ന പൊട്ടത്തരം കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അനുമോളൊക്കെ ടോപ്പിൽ വരേണ്ട ഒരാൾക്കാരല്ലേ, ആ ഭാഗത്തേക്ക് നൂറ കയറാൻ ശ്രമിക്കുന്ന കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. രാവിലെ പാട്ടിന് ഇന്ന് അനുമോൾ വന്നിട്ടില്ല. നൂറ എത്ര ദിവസമായിട്ട് അനീഷേട്ടൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നറിയാമോ? എന്തൊക്കെ തുള്ളുന്നുണ്ടെങ്കിലും അവരെ എടുത്ത് ക്യാമറയിൽ കാണിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇന്ന് അനുമോളെ ഫ്രണ്ട് ആദ്യം അനുമോളെ കാണിച്ചുകൊണ്ടാണ് എപ്പോഴും പാട്ട് തുടങ്ങുന്നത്, ഇരുന്നാലും അവിടെ ഉറക്കം എഴുന്നേക്കുന്നതായാലും. പക്ഷേ ഇന്ന് കാണിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം അനുമോളെ പാട്ടിൽ രാവിലത്തെ മോർണിംഗ് സോങ്ങിൽ കാണിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർക്ക് നമുക്കൊരു വിഷമമാണ് ഇതൊക്കെ കാണുമ്പോൾ. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ആദിലയും നൂറയും ഇന്ന് വിടുന്ന് പറയുകയാണ് ആ കുലസ്ത്രീ പരിവേഷം, അവൾ കുലസ്ത്രീ പരിവേഷം ഉണ്ടാക്കാൻ നടക്കുകയാണ്. ഇനിയെങ്കിലും അനുമോൾ അത് അറിഞ്ഞ് കളിച്ചാൽ അനുമോൾക്ക് നല്ലത്. അനുമോളുടെ ഭാഗത്തേക്ക്, അനുമോളുടെ സ്ഥലത്തേക്ക് ഇടിച്ചു കയറാൻ കുട്ടിനിക്കർ ഇട്ടുകൊണ്ട് നടക്കുകയാണ് ഈ 2 പേര്. ജട്ടിയും ഇട്ടും കുട്ടിനിക്കറും ഇട്ട് രാവിലെ ഇങ്ങനെ കാണിക്കുമ്പോൾ ജനങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് എല്ലാം ഇവരുടെ പുറകെ പോകുന്നുള്ളൊരു തോന്നലാണ് ഇവർക്ക്. ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവരാരെയാണ് ആരെ റെപ്രസെൻ്റ് ചെയ്താണ് വന്നത്? LGBT കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള കാര്യമാണ്. ഇതൊരു അബ്നോർമൽ തന്നെയാണ്. അവർ ഹ്യൂമൻ ബീയിങ്സാണ്, നമ്മൾ സമ്മതിച്ചു. പക്ഷേ അവരുടെ ബന്ധം, ഈ ലെസ്ബിയൻസ് പെണ്ണും കല്യാണം കഴിക്കുന്നത് നോർമലായിട്ട് അവരെ സെലിബ്രേറ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഉള്ളത് പറയാമല്ലോ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. പിന്നെ അവരുടെ ബിഹേവിയർ നല്ലതാണോ? നൂറ എന്താണ് ചെയ്യുന്നത്? നൂറയ്ക്ക് എന്തെങ്കിലും ഗെയിം ഉണ്ടോ? നൂറ ചുമ്മാതെ കുട്ടി കളിച്ച് ജട്ടിയും ഇട്ട് അല്ലെങ്കിൽ നിക്കറും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ചുമ്മാ ചിരിച്ച് കാണിക്കുന്നതല്ലേ നൂറയുടെ ഗെയിം. ആ നിവിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാവശ്യം എന്തോ നൂറ ഒച്ചത്തിലൊന്ന് സംസാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ നൂറ അതിൻ്റെ വലിയ സംഭവം എന്ന് പറഞ്ഞു. നൂറയും കാട്ടി യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാൻ ആദിലേക്കാണ് അറിയുന്നത് വ്യക്തമായിട്ട്. നൂറയ്ക്ക് പറയുന്നത് എന്താണ്? ഒരു അങ്ങോട്ട് പോയി, ഒരു ഇങ്ങോട്ട് പോയി, എങ്ങനെ ഒരു കൊഞ്ഞുള്ള നാക്ക് തിരിയാത്ത വർത്താനാണ്. പക്ഷേ അതിൽ പിന്നെയും കുറച്ചും കൂടി നൂറേക്കാൾ സ്ട്രോങ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആൾക്കാർ വോട്ട് ചെയ്യുന്നവരോടും ഞാൻ പറയുകയാണ്. കാരണം പ്രേക്ഷകരെന്ന് പറയുന്നത് ലാസ്റ്റ് ഡേയ്സായി നമ്മൾ അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് ടോപ്പ് 5 വരിക. അല്ലാതെ അർഹതയില്ലാത്ത ആൾക്കാർ ടോപ്പ് 5 വന്നു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നൂറേയും കാട്ടി ഏറ്റവും എന്തുകൊണ്ടും ബെറ്റർ ആദിലാണ് ടോപ്പ് 5 വരുന്നുണ്ടെങ്കിൽ.
ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും ഓൾറെഡി എല്ലാവരും അനീഷേട്ടനെതിരാണ്. പിന്നെ പറയാൻ വേണ്ട. പിന്നെ അനീഷേട്ടൻ ഞാൻ അവിടെ അതുകൊണ്ട് എതിരായതുകൊണ്ട് പുള്ളി ഒറ്റയ്ക്കാണല്ലോ കളിക്കുന്നത്. പുള്ളി ഇൻഡിവിജ്വൽ പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ഇതൊന്നും ബാധിക്കത്തില്ല. ആര് കൂട്ടുകൂടിയാലും ബാധിക്കത്തില്ല, കൂട്ടുകൂടിയില്ലെങ്കിലും പുള്ളിയെ ബാധിക്കുന്ന കാര്യമില്ല. പുള്ളിക്കറിയാം പുള്ളിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഈ പുറത്തുണ്ടെന്ന്. കാരണം കുറേ ആൾക്കാരൊക്കെ കമൻറ്റ് ഇടും. ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതോ ഒരു വീഡിയോയിലാണ് രജി സാറിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഞാൻ അനീഷേട്ടൻ്റെ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാൾ പറയുന്നത് പുള്ളി ഇൻട്രോവേർട്ടാണ്, പുള്ളി സോഷ്യൽ മനുഷ്യനല്ല, സമൂഹത്തിലുള്ള ഒരു മനുഷ്യനല്ല, ആരുമായിട്ടും കോൺടാക്ട് ഇല്ല. അദ്ദേഹം ഇതൊരു റിയാലിറ്റി ഷോ ആണ്, അദ്ദേഹം കളിക്കാനാണ് വന്നത്, ബാക്കിയുള്ള കണ്ടസ്റ്റിനെ തോൽപ്പിച്ചുകൊണ്ട് കപ്പ് വാങ്ങിക്കാൻ വന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ എന്തോ ഇവിടെ പെങ്ങൾ കാർഡ് എടുക്കാനും ആങ്ങളെ കാർഡ് എടുക്കാനും കൂട്ടുകാരൻ കാർഡ് എടുക്കാനും അച്ഛൻ കാർഡ് എടുക്കാനല്ല വന്നത്. അതാദ്യം മനസ്സിലാക്കുക. അയാൾ ആവശ്യമുള്ളതിന് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് തന്നെ കരുണ കാണിക്കുന്നുണ്ട്. അയാൾ സത്യം മാത്രമേ പറയുന്നുള്ളൂ, അയാൾ പരദൂഷണം പറയുന്നില്ല. പിന്നെ അയാൾക്ക് എന്താണ് പ്രശ്നം? അയാൾ ടാസ്കുകൾ അയാൾ 100% ചെയ്യുന്നുമുണ്ട്. പിന്നെ എന്തിനാണ് ഈ അനാവശ്യമായിട്ട് ഒരാളെ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? നമുക്ക് അയാൾ ഒരു വാക്ക് 10 പ്രാവശ്യം പറയുന്നു, പറയിപ്പിക്കുകയാണ് അയാളെ കൊണ്ട് ഒരു വാക്ക് 10 പ്രാവശ്യം പറയുന്നു. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്. അയാളെയും കാട്ടി വോയിസ് കൂടുതലുള്ള ആൾക്കാർ അയാൾ 10 പ്രാവശ്യം പറയുമ്പോൾ പിന്നെ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ അയാളെ എന്തിനാണ് അയാളെ പുറകെ നടന്ന് ഇങ്ങനെ പറയാതിരിക്കുന്നത്? അയാൾ പറയുന്ന അയാളെ വഴി വിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അയാൾ വളരെ നന്നായിട്ട് ആസ് എ ഗെയിമർ വളരെ ജെനുവിനായിട്ട് വളരെ ട്രൂത്തായിട്ട് കളിക്കുന്ന ഒരു മനുഷ്യനാണ് അനീഷേട്ടൻ. അതുപോലെ തന്നെ അത്യാവശ്യം വളരെ നന്നായിട്ട് കളിക്കുന്ന ആളായിരുന്നു അനുമോളും. അവർ തന്നെയായിരുന്നു ടോപ്പ് 1 and 2 വരേണ്ടത്. അവർ തന്നെയായിരുന്നു വരേണ്ടത്. പക്ഷേ ഈ ഒരു അത് അനുമോൾക്ക് മനസ്സിലാക്കി അനുമോൾ ഇനി കളിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റൂ കേട്ടോ. കാരണം നമുക്ക് വിഷമമാണ് അനുമോൾ താഴോട്ടായിട്ട് പോകുന്നത്. പക്ഷേ ഇന്ന് അനുമോൾ മാറി നിന്ന് അവരിൽ നിന്ന് ഈ ലെസ്ബിയൻ ഗേൾസിൽ നിന്ന് മാറി നിന്നിട്ട് അനുമോൾ ഒറ്റയ്ക്ക് കളിക്കണം. അനുമോൾ ആ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതുപോലും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ലാലേട്ടൻ പറയുന്നു, നിങ്ങളിനി ഇൻഡിവിജ്വലായിട്ട് കളിക്കൂ. അപ്പോൾ ആ ഒരു കളി ഇനിയെങ്കിലും അനുമോൾ എടുക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അനുമോൾക്കെതിരെയാണ് ഇപ്പോൾ ഗ്രൂപ്പ്. ആദിലയും നൂറയ്ക്കും അനുമോളുടെ ആ ഒരു സ്ഥാനത്തേക്ക് കയറാനാണുള്ള ശ്രമമാണ്. നൂറ ഭയങ്കരമായിട്ട് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട്. ആ ക്യൂട്ട്നെസ് എവിടം വരെ എത്തുമെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അനുമോളുടെ കൂടെ നടന്ന അനുമോളുടെ നോമിനേഷൻ അതാണ് അനുമോളുടെ കുറേ വോട്ട് കിട്ടുന്നുണ്ട്. ആ അനുമോളുടെ വോട്ടാണ് ഇപ്പം 100 2ാം സ്ഥാനത്തേക്ക് വന്ന് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുമോളുടെ ഫാൻസ്, അനുമോളെ ഇഷ്ടപ്പെടുന്നവർ എന്തിനാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം അനുമോൾക്കെതിരെയാണ് ഇവർ കളിക്കുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. പാരൻസ് അവർ വീട്ടുകാർ വന്നപ്പോൾ പറയാഞ്ഞത് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. അത് അനുമോൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇവിടെ കളിക്കല്ല വന്നേക്കുന്നത്. അവർ ദമ്പതികളാണ്, അവർ ഭാര്യയും ഭർത്താവും പോലെ അവർ ലെസ്ബിയൻ ദമ്പതികളാണ്, പങ്കാളികളാണ്, അവർ സെക്ഷൽ റിലേഷൻ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, എങ്ങനെയൊക്കെ പോകണം, അവർക്ക് തമ്മിൽ സംസാരിക്കാം, അവർക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഇടയ്ക്കോട്ട് ഈ അനുമോൾ കയറി ചെല്ലേണ്ട ഒരാവശ്യമില്ല. അവരവരുടെ കളി കളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കളി കളിക്കുക. അവർക്ക് എഗൻസ്റ്റായിട്ട് കളിക്കുക. അവർക്ക് എഗൻസ്റ്റായിട്ട് കളിച്ചെങ്കിൽ മാത്രമേ അനുമോൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ടോപ്പ് 1 and 2 എത്താൻ പറ്റൂ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. എന്തായാലും ഗ്രൂപ്പ് കളികൾ തുടങ്ങി. അനുമോളെ കുലസ്ത്രീ ആവാനായിട്ട് ശ്രമിക്കുന്നു. അനുമോൾ വഴക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അനുമോൾ വഴക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അത് പറഞ്ഞത് മറ്റാരുമല്ല, അതിലെയും നൂറയുമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് ലൈവിൽ നടന്നത്. ഇപ്പോൾ എന്തായാലും വീക്കിലി ടാസ്കിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ ടാസ്ക് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരുടെ അടുത്തും റെഡി ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു മെഷീൻ പോലെ വെച്ചിട്ടുണ്ട്. ഞാനത്